പരിഷ്കരിച്ച ക്രിമിനൽ നിയമവും അതുപോലെ തന്നെ തെളിവ് നിയമവും ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. 1860 നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന IPC, അതുപോലെ തന്നെ 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ CRPC, 1872 ഇന്ത്യൻ തെളിവ് നിയമവും, ഈ 3 നിയമങ്ങളും പുതിയ പേരിലും അല്പം മാറ്റങ്ങളും വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. IPC ഭാരതീയ ന്യായ സംഹിതയും BNS, അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും BNSS, ഭാരതീയ തെളിവ് നിയമം ഭാരതീയ സാക്ഷ്യ അധിനിയം BSA എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടത്. ഈ നിയമം കൊണ്ടുവരാൻ പ്രത്യേകിച്ച് BJP സർക്കാർ പറഞ്ഞിരുന്നത് നമ്മൾ ബ്രിട്ടീഷ് കൊളോണിയൽ കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുയോജ്യമായ രീതിയിൽ, അതായത് ഇന്ത്യനൈസേഷനായ നിയമങ്ങളാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത്. അതിനാണ് ഈ 3 നിയമങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് നിയമം വന്നത്. നമുക്കറിയാം, കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 511 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് പകരം കൊണ്ടുവന്ന BNSൽ 358 വകുപ്പുകളാക്കി. കുറ്റകൃത്യത്തിന് ഏത് സെഷനിലും വിവരം നൽകാൻ കഴിയുന്ന 0 FIR, അതുപോലെ തന്നെ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹ്യ സേവനം, ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം, ഇതൊക്കെയാണ് ഈ IPCയിൽ മാറ്റി BNS ആയി വന്ന നിയമത്തിൽ വരുത്തിയിരിക്കുന്ന കാതലായ മാറ്റങ്ങൾ. ഡിജിറ്റലായി വിചാരണ ചെയ്യാനുള്ള വ്യവസ്ഥകളും ഇതിലുണ്ട്. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു പോലീസ് രാജിന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള അധികാരങ്ങൾ പോലീസിന് ലഭിക്കുകയാണ് പല നിയമങ്ങളും. IPCയിൽ ഉണ്ടായിരുന്ന രാജ്യദ്രോഹ കുറ്റം, അതായത് 124A വകുപ്പ്, അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന ഈ രാജ്യദ്രോഹ കുറ്റം പുതിയ നിയമത്തിൽ ഇതിനേക്കാൾ കർശനമായ വ്യവസ്ഥകളോടുകൂടി നടപ്പാക്കുകയാണ്. അതായത് IPCയിലെ 124 പകരം പുതിയ BNSൽ 152 പ്രകാരം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായ ഏതൊരു പ്രതിഷേധം പോലും വലിയ കുറ്റമായി, രാജ്യദ്രോഹ കുറ്റത്തേക്കാൾ വലിയൊരു കുറ്റമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമം തന്നെ ഉണ്ട്. UAPA ഇപ്പോൾ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ UAPA നിലനിൽക്കെ തന്നെ തീവ്രവാദത്തിന് പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭീകരവാദത്തിന് പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് IPCക്ക് പകരം വന്ന BNSലെ 113(1) പ്രകാരം, 113(1) വകുപ്പ് പ്രകാരം കുറേയും കൂടി തീവ്രമായ നിർവചനങ്ങളാണ് തീവ്രവാദത്തിന് കൊടുത്തിരിക്കുന്നത്. UAPA അനുസരിച്ച് ഒരു തീവ്രവാദ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് പ്രോസിക്യൂഷനും അതത് സർക്കാരുകളുടെ അനുമതി വേണം. അതുപോലെ തന്നെയാണ് NIA ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ നിയമത്തിലെ BNSലാണെങ്കിൽ തീവ്രവാദ കേസുകൾ പോലീസുകാർക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഈ തെളിവ് കണ്ടെത്തിയ പോലീസ് അധികാരികൾക്ക് തന്നെ അതിനുള്ള അനുമതി നൽകും. അതായത് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഈ നിയമം കൊണ്ടുവരുമ്പോൾ പല രീതിയിലുള്ള അനിശ്ചിതത്വവും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ തന്നെ, നിലവിൽ തന്നെ 6 കോടിയോളം കേസുകളാണ് ഇന്ത്യയുടെ വിവിധ സുപ്രീം കോടതി മുതൽ ഏറ്റവും താഴെത്തട്ടിലെ മുൻസിഫ് കോടതി വരെ 6 കോടിയോളം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ജില്ലാ മുൻസിഫ് കോടതികളിൽ മാത്രം 3,39,00,000 ക്രിമിനൽ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഈ സംവിധാനം നിലനിൽക്കെ തന്നെ നമുക്കൊരു സമാന്തരമായ പുതിയൊരു വ്യവസ്ഥ കൂടി വരികയാണ്, പുതിയ നിയമങ്ങൾ വരികയാണ്. അതായത് ജൂലൈ 1 മുമ്പേ രജിസ്റ്റർ ചെയ്ത കേസുകൾ പഴയ നിയമപ്രകാരവും, ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പുതിയ നിയമപ്രകാരവുമാണ് ഇനി വിചാരണ ചെയ്യേണ്ടതും അതിൻ്റെ എല്ലാ തുടർ നടപടിയും കൈക്കൊള്ളേണ്ടത്. അപ്പോൾ ഇത്തരമൊരവസ്ഥയിൽ തർക്കങ്ങളുണ്ടാവും. ഈ IPCയുടെയും അതുപോലെ തന്നെ ക്രിമിനൽ തെളിവ് നിയമത്തിലൊക്കെ തന്നെ സുപ്രീം കോടതി പലതവണ ഇതിൻ്റെ ഓരോ വകുപ്പുകളെക്കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് വിധികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ പുതിയ നിയമം വരുമ്പോഴും തർക്കങ്ങൾ ഉടലെടുക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ തർക്കങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ പുതിയ കേസുകൾ കൂടി വന്നുകൊണ്ട് കൂടുതൽ പ്രശ്നം സങ്കീർണമാവുകയാണ്. അതായത് പെട്ടെന്ന് നീതി ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം നീതി കൊടുക്കുന്നത് വൈകിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനെന്ന പേരിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ കൊളോണിയൽ നിയമത്തിൻ്റെ 90% ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. വരുത്തിയ മാറ്റങ്ങളാകട്ടെ തികച്ചും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ തന്നെ സാധാരണ പ്രവർത്തനങ്ങളെയും പ്രതിഷേധങ്ങളെയും പോലും
രാജ്യദ്രോഹത്തിന് സമാനമായി ചിത്രീകരിക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉള്ളത് സുപ്രീം കോടതി പല നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ FIR ഒരു പരാതിയുമായി പോയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ ഈ പുതിയ നിയമത്തിലാകട്ടെ FIR പോലീസുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതായത് പ്രാഥമിക അന്വേഷണം നടത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ തെളിവ് നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങളെ തെളിവുകളായി മുഖ്യമായി ആശ്രയിക്കാം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്രൈം നടന്നാൽ, ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടുത്തെ പ്രധാന കുറ്റകൃത്യങ്ങളാണെങ്കിൽ അവിടുത്തെ വീഡിയോ, ഫോട്ടോഗ്രാഫി ഇത് ചിത്രീകരിച്ചിരിക്കണം എന്നാണ്. അത് തെളിവായി അംഗീകരിക്കും. തീവ്രവാദ കേസുകളെ തീവ്രവാദികളാക്കാൻ പോലും നമ്മുടെ ഈ ആളുകളുടെ കയ്യിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തെളിവുകൾ അടിച്ചേൽപ്പിക്കുന്ന, സർക്കാർ തന്നെ തെളിവുകൾ അടിച്ചു കയറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാം ഭീമേ കൊറേഗാവ് കേസിൽ അതുപോലെയാണ്. പല പ്രതികളുടെയും ലാപ്ടോപ്പിലേക്ക് സർക്കാർ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് തെളിവുകൾ സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമമാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥയെ കുറേ കൂടി സങ്കീർണവും ആശങ്കാകുലവുമാക്കുന്നതാണ് ഈ നിയമം. അതുപോലെ തന്നെ ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ മോദി സർക്കാർ ഒരു ജനാധിപത്യ സമീപനം കൈക്കൊണ്ടിരുന്നില്ല. കാരണം കഴിഞ്ഞ ഡിസംബർ 21 നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ആ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുമ്പോൾ 140ഓളം പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഘട്ടം വരുന്നത്. അപ്പോൾ യാതൊരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി പാസ്സാക്കിയ നിയമം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ വീണ്ടും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ട്, അഭിഭാഷക സംഘടനകളുടെ എതിർപ്പുണ്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് മോഡി സർക്കാർ ഇപ്പോൾ ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്.